ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പോളണ്ടിലെ ക്രാക്കോവിലാണുള്ളത്. ഫസ്റ്റ് ഡേ ആണ്. ഇന്നിപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. പുള്ളി ഒരു കോഫി ഷോപ്പിൽ എന്നെ വെയിറ്റ് ചെയ്യണം. എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള കോഫി ഷോപ്പിലാണ് ഞാനിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോളണ്ട് എൻ്റെ 22ാമത്തെ കൺട്രിയാണ്. 22. ഇനി അടുത്തത് ജർമ്മനിയിലേക്കാണ്. ഇനിയും ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഇനിയും 10-12ഓളം രാജ്യങ്ങൾ സഞ്ചരിക്കാനിരിക്കുന്നു. ഇതാണ് ക്രാക്കോ. ഒരു ഓൾഡ് സിറ്റിയാണ്. പഴമ നിലനിർത്തിക്കൊണ്ടുള്ളൊരു പഴയ സിറ്റിയാണത്. കാരണം വാർസോ എന്നൊക്കെ പറയുന്നത് യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് അവർ പിന്നെ ബിൽഡ് ചെയ്തപ്പം പുതിയ ബിൽഡിങ്ങുകളൊക്കെയാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ മൊത്തം പഴയ ബിൽഡിങ്ങുകൾ അങ്ങനെ തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയോ ആണ് കോഫി ഷോപ്പ്. നമുക്ക് നോക്കാം കോഫി ഷോപ്പ് എവിടെയാണ്. ഇതാണ് കോഫി ഷോപ്പ്, കഫേ നമ്പർ 11. നോക്ക്, ഇന്ന് ഫുള്ള് മഴക്കാറൊക്കെ ആയിട്ട് കഫേ നമ്പർ 11. എവിടെയാ നമുക്ക് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള ആള്, പുള്ളിക്കാരൻ്റെ പേര് ഫുള്ള് എനിക്ക് പറയാൻ പറ്റില്ല, അത്യാവശ്യം ലെങ്തി നെയിമാണ്. തൽക്കാലം നമുക്ക് സുഗു എന്ന് വിളിക്കാം. നാട്ടില് പാലക്കാടാണ്. പാലക്കാട് എവിടെയായിരുന്നു? കൽമണ്ഡപം. പുള്ളി ഇവിടെ 10 വർഷത്തോളമായി. ഇവിടെ കുറെ സ്റ്റാർട്ടപ്പും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കുറെ ഇൻഫർമേഷൻസ് കിട്ടി, കുറെ ഐഡിയാസ് ഒക്കെ കിട്ടി. അപ്പോ എന്താ പറയാനുള്ളത് ഈ യാത്രയെ കുറിച്ച്? എന്തെങ്കിലും? യാത്ര അടിപൊളി. പഴയ ബുള്ളറ്റും ഹിമാലയ ടീം ആയതുകൊണ്ട് യാത്രക്കാരോട് എപ്പോഴും സ്നേഹവും ബഹുമാനവുമാണ്. വളരെ നല്ലത്. എല്ലാപരമായ ബെസ്റ്റ് ഓഫ് ലക്കും നമ്മുടെ കയ്യിൽ നിന്ന് സപ്പോർട്ടും തരും. താങ്ക്സ്. കുറെ ആളുകളെ കണക്ട് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1-2 ആളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് ഒരു സോൾട്ട് മൈൻ ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. ഇത് വളരെ ഫേമസ് ആണ്. ക്രാക്കോവിൽ വന്നാൽ മസ്റ്റ് വിസിറ്റ് ആയിരിക്കേണ്ട സ്ഥലമാണ് ഈ സോൾട്ട്. വില്ലിച്ക. സ്ക്വയർ ആണ്. ഇത് കണ്ടില്ലേ, അത് ഇവിടുന്ന് ആൾക്കാര് മൈനിൽ നിന്ന് ഇറങ്ങി മുകളിലേക്ക് വരുന്ന ഒരു സിംബോളിക് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പണ്ട് നമ്മുടെ നാട്ടില് കുരുമുളക് എന്ന് പറയുന്നത് ഗോൾഡിനേക്കാളും വില വരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ. അതേപോലെ ഇവിടെ പോളണ്ട് GDP ഒരു ടൈമില് സോൾട്ട് സെൽ ചെയ്ത് കോൺട്രിബ്യൂട്ടർ ആയിരുന്നു GDP. അപ്പൊ അങ്ങനെ വില്ലിച്കയ്ക്ക് ഇവിടെ ഭയങ്കര വലിയൊരു സ്ഥാനമുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു 2-3 മൈൻസ് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ മൈൻ എനിക്ക് തോന്നുന്നു ഏറ്റവും വലുതും മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഹായ്, എന്റെ കൂടെ ഒരാളുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. പേര് ഹഷ്മതാണ്. നാട് ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്തിൽ നിന്ന് കുറച്ച് ദൂരം കണിയാപുരമായിട്ട്. എത്ര വർഷം ഇവിടെ പോളണ്ടില്? ഒരു 1.5 വർഷം, ഏകദേശം 2 വർഷം. 2 വർഷമായിട്ടുണ്ട്. ആളെന്നെ കാണാൻ വേണ്ടി വന്നാണ്. ചെറിയ രീതിയിൽ ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സ്പോർട്സിലേക്കുള്ള ഒരാളാണ്. അത് കാരണം ഞാൻ വന്നെന്ന് കേട്ടപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഒരു സോൾട്ട് മൈൻ, ഉപ്പ് എടുത്തിട്ടുള്ള ഒരു വലിയൊരു ഗുഹ പോലത്തെ ഒരു സംഭവമുണ്ട്. ഒരു ഭയങ്കര സംഭവമാണ്. 287 കിലോമീറ്റർ എങ്ങനെ ഉണ്ട് ആ ഗുഹൻ്റെ നീളം. ഞാൻ ഇന്നലെ ഇതിൻ്റെ എന്താ പറയുക ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പം കണ്ടതാണ് 287 കിലോമീറ്റർ. ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യൂ ആണ് കാണുന്നത്. വലിയൊരു ക്യൂ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഏകദേശം 30 യൂറോളം ചാർജ് വരുന്നുണ്ട്. അത് കുറച്ച് കട്ടിയാണ്, എന്നാലും സംഭവം കിടുവാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ക്രാക്കോവിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കാണാതെ പോകരുതെന്നാണ് പറയുക, മിസ്സാക്കരുത്. അതുകൊണ്ട് ഞാൻ എന്തായാലും കയറുകയാണ്. ഞാൻ പോകുന്ന സ്ഥലത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ഞാൻ കാണാറുള്ളൂ. അതിലൊന്നാണിത്. അപ്പം നമുക്കിത് കയറി കണ്ടു നോക്കാം. കിടിലനാണ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ. അയ്യോ, ഇത് വലിയൊരു ക്യൂ ആണല്ലോ.
കയറിക്കോ കയറിക്കോ. അവിടെ എന്താ ഇത്? നോർമൽ ടിക്കറ്റ് 92, ഡിസ്കൗണ്ട് ടിക്കറ്റ് 82, ഡിസ്കൗണ്ട് 72, ഫാമിലി ടിക്കറ്റ് 270. ഇതെന്താ സംഭവം? ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇൻഡിവിജ്വൽ ടൂറിസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ടിക്കറ്റ്. ഇത് എത്ര കോസ്റ്റ് വരുന്നത്? 126. എന്താ ഡിസ്കൗണ്ട് ടിക്കറ്റ് എന്താ? സ്റ്റുഡൻസ് ആൻഡ് സീനിയേഴ്സ്. നോർമൽ ടിക്കറ്റ് 126. നമ്മൾ ടൂറിസ്റ്റൊക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും കാര്യങ്ങളൊക്കെ വരും. ടിക്കറ്റ് പ്രൈസ് ഇൻക്ലൂഡിങ് ഗൈഡ് ഫീ ആണ്. രണ്ടര കിലോമീറ്റർ നടക്കാനുണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകണം. എത്ര സ്റ്റെപ്പ് ഇറങ്ങണം? എത്ര? 380 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങാണ്. അയ്യോ, അടിപൊളി. മരത്തിൻ്റെ സ്റ്റെപ്പ് കേട്ടോ, കോൺക്രീറ്റിൻ്റെ സ്റ്റെപ്പൊന്നുമല്ല. ഒക്കെ മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്, പ്യുവർ വുഡ്. അടിപൊളി. ഇത് 7ാമത്തെ നില, ഇത് 8. ഇങ്ങനെ എത്ര നിലകളുണ്ടെങ്കിൽ 7 സ്റ്റെപ്പ് വെച്ചിട്ട് 53 കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞു. 53 54. 7 സ്റ്റെപ്പ് വെച്ചിട്ട് എൻ്റെ അമ്മ ഇത്രയും താഴത്ത് മരം കൊണ്ടുണ്ടാക്കിയ. Okay, so hello ladies and gentlemen, my name is Agnieszka Schneider, you can call me and I think it will be easier for you. And today I will be your tour guide and I will show you this unique place of Mine Gate. But first some rules. We are in a mine, so open fire is forbidden. No smoking please, it's very inside the water. In the past it was used to transportation salt, now it's used for tourists to get inside this mine. Here you can see the smaller shaft, this one connects the first level with the third one. The past also used to transportation salt, but now you can feel here a special breeze. It's because today miners use this shaft to ventilating salt mine. So they come there to the first level, this one where we are now, and to the lowest part. From the 9th level, the air goes up and ventilating most of the chambers which are here. And because of that today you can എത്ര മരങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് മാതിരി മരം. വാവ്. അവിടെ ആ ഡോർ ഓപ്പൺ ചെയ്യുമ്പം ഈ ഡോറിൻ്റെ അടുത്തുള്ള വെന്റിലേഷൻ വർക്കാവും. അങ്ങനെ എന്തൊക്കെയോ സിസ്റ്റമാണ് ഇതിൻ്റെ ഉള്ളിൽ. കാരണം അത്രയും ഡീപ്പിൽ അത്രയും താഴ്ചയിലാണ് ഇതിൻ്റെ ഒരു നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വെന്റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ക്ലോസ് ആയ അവിടെ സ്റ്റോപ്പ് ആവും. ഓഫ്, ദിസ് ഈസ് ഒന്നും പറയാനില്ല. ഇത് നിങ്ങളെ കണ്ടിട്ട് തന്നെ തീരുമാനിച്ചോളൂ എന്താണെന്നുള്ളത്. ഞാൻ ഭൂമിയുടെ എത്രയോ താഴെയാണുള്ളത്. ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും താഴെ. ദ അപ്പർ യൂസർ ചേംബർ 1649-1684. ഈ ഒരു മൈൻ സ്റ്റാർട്ട് ചെയ്തത് 13ാം നൂറ്റാണ്ടിലാണ്. 13th സെഞ്ച്വറിയിലാണ് ഈ ഒരു മൈനിങ് സ്റ്റാർട്ട് ചെയ്തത്. സോൾട്ട് മൈൻ 2007 വരെ ഇവിടെ മൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഈഫൽ ടവറിൻ്റെ ഹൈറ്റിൽ ആണ്. ഇപ്പം ഭൂമിൻ്റെ അടിയിലേക്ക് അത്രയും താഴ്ചയിലാണ് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇത് മൊത്തം പുള്ളിയാണ്, പുള്ളി. ഒരു കോറിഡോർ ഉണ്ട്. ഇത് മനുഷ്യന്മാർ നിന്ന് കറക്കിയാലാണ് അത് തിരിയുക. ഈ യന്ത്രങ്ങളൊന്നുമല്ല, കംപ്ലീറ്റ് മാൻ പവറിലാണത് കറങ്ങുക.
ആ ഡോർ അടച്ചാലേ ഇത് തുറക്കാൻ പറ്റുള്ളൂ. രണ്ടും കൂടി ഒന്നിച്ച് തുറക്കാൻ പറ്റില്ല. 2000 അറകളുണ്ടെന്നാണ് പറഞ്ഞത്, നേരത്തെ പറയുന്ന കേട്ടത്. One of the first tourists in this place. Maybe you have any ideas why there is so much wood in this mine? And I guess we are underground. In the walls. Yes, because when miners excavated salt, then the surrounding rock must make pressure for those empty spaces. So they want to avoid collapses, and because of that they use a lot of wooden beams and create different kind of wooden cribs like those ones. ഇതിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടറിയോ ഇത്രയും വുഡ് യൂസ് ചെയ്യുന്നത്? ഇത് കൊളാപ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം പുറമേ നിന്ന് അത്രയും പ്രഷറാണ് ഇതിലേക്ക് വരുന്നത്. അപ്പം അത് കൊളാപ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ബീമായിട്ടാണ് ഈ മരം യൂസ് ചെയ്യുന്നത്. ഈ മരം ട്രീറ്റ് ചെയ്ത മരമാണ്. ഒരുപാട് വർഷങ്ങൾ ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കും. അത് ഇതിൽ വെള്ളത്തിൽ ഉപ്പിലിട്ടിട്ടുള്ള എന്തോ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിയൊരു മരമാണ്. അപ്പോൾ അതിന് ഒരുപാട് വർഷം, 100 200 എന്നല്ല, അതിലും ഒരുപാട് വർഷങ്ങൾ ഇതിങ്ങനെ തന്നെ മരത്തിനൊന്നും പറ്റാതെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും മരങ്ങൾ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എത്തിച്ചതെന്നാണ് ഞാൻ നോക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഉള്ളിലൊരു ഡോറൊക്കെ കാണുന്നുണ്ട്. ഇത് മുമ്പ് കടൽ ആയിരുന്നു. പിന്നെ ക്ലൈമറ്റ് ചേഞ്ചും പിന്നെ വെതർ ചേഞ്ചൊക്കെ കാരണം ഈ വെള്ളം വറ്റിയിട്ട് അവിടെ ഉപ്പിൻ്റെ ഒരു ഇതായതെന്നാണ് പറയുന്നത്. ഗൈഡ് ഒരുപാട് ഇൻഫർമേഷൻസ് പറയുന്നുണ്ട്, പക്ഷെ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് ടക്ക് ടക്കാന്ന് പറയുന്നു. What is this? One of the reasons why smoking is forbidden in this place. So we have to go there. ഈ വാളൊക്കെ എന്തോ വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. കാരണം ഒരു നല്ല സ്മൂത്തായിട്ടുണ്ട്, എന്തോ ഒരു സംഭവം വെച്ചിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇത്ര സ്മൂത്ത്. About the horses because they help them with heavy works. For example, they operated this kind of machine which is here behind of the group. This one is called horse gear or hoist machine. And how it works you can see here on this model. First, because of the size, first they used this machine only on the surface, just like here. Later, when the chambers were bigger, they started use them also inside this mine. This machine could lift even 2 tons in one time from the deep around 18 meters. It works similar like hand cross, but this one was operated by 4 pairs of horses. Really unique place. This mine is one of the 12 places from the whole world which was entered to the first UNESCO Heritage List in 1978. You are also doing a really nice workout, so today you don't have to go to the gym. Probably also tomorrow you will see how your legs after so many steps. Once I had a young boy in a group, he counted all the steps and he told me that there is around 859, so probably something like this. And also the air in this mine is really good for your respiratory system. There is a really good microclimate. There is even health resort on the 3rd level, so people are coming here just for breathing the air. They spend here between 6 to 8 hours every day, for example for 2 or 3 weeks, and after that time they can be cured from some allergies or asthma.
There is also a possibility to spend the night there. There are special boxes, by the way, in the past boxes for horses. But now you have bed there, blanket, pillow. The temperature is around 14 Celsius degrees. And when you wake up in the morning, you can feel that your respiratory system is a little clearer. So during this tour, you can use this time, take some deep breath, then you leave this place a little healthier. Okay, so now we are going down. A lot of steps with of steps. സോൾട്ട് സ്റ്റെപ്സ് ആണ്, ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉപ്പാണ്, ഉപ്പിൽ ചവിട്ടിയിട്ടാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. They finished their work. So it was something like ancient watch for the miners in this mine in the past. നമ്മൾ വീണ്ടും ഒരുപാട് ഡീപ്പിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമ്മതിക്കണം മൈനേഴ്സിനെ, അന്നും മൈൻ ചെയ്ത ആളുകളെ. സ്റ്റെപ്പൊക്കെ ഉണ്ടായിട്ട് വരെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത് എങ്ങോട്ടാ പോകുന്ന വെള്ളം? സാച്ചുറേറ്റഡ് ബ്രൈൻ, ഫുള്ളി സാച്ചുറേറ്റഡ് NaCl. Okay, so now you can imagine two miners called aquariums. The water is still a big problem in this mine. ഇതിൻ്റെ ഉള്ളിലൊരു ചാപ്പലുണ്ട്. Okay, and this is the first chapel on our tour. This one is called Holy Cross Chapel. It was excavated in the 19th century. In this mine, there is around 40 sacred places. Why so many? Because miners were very religious. They prayed before work, after work. During work, they sang religious songs. Because when they went down, they never knew they would be able to leave this place and come back to their family. So when they excavated any chambers, they placed close to them some sacred items. And here you can see a wooden cross from the 19th century. On the other side, Our Lady of Victories from the 17th century. And here you can also see the difference between wooden sculpture and the stone. Because this one made of around 300 years old and is in a very good condition. On the other side of the floor, you can see those two made of stone. In the past, there were two living houses. ഇപ്പോൾ കണ്ടത് ചെറിയ ചാപ്പലാണ്. ദ ബിഗ്ഗസ്റ്റ് ചാപ്പൽ നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ലോകാണ് കേട്ടോ. Oh my goodness, what is this? Can't believe. ഇവിടെ കുറെ ചെയർസ്. കണ്ടത് വളരെ ചെറുത്. നോ വേർഡ്സ്. ഇതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ട് മനസ്സിലായിക്കോളൂ. ഇത്രയും താഴ്ചയിൽ ഇത്രയും ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ചേർച്ച്. അൺബിലീവബിൾ. You went to
patrons of this mine. The first one is Saint Kilda and later Saint Barbara. Behind of me you can see a monument of the Pope, Jean Paul II. It was placed during 1999 because in the year he canonized Saint Kilda. So miners wanted to thank him for their help. ഭയങ്കര സൗണ്ട് എക്കോ വരുന്നുണ്ടല്ലോ. Wow. Wow, superb. നമ്മൾ ഇറാനിലെ കേവിൽ അലി സദർ കേവിൽ പഴയ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. മുകളിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. Salt Lake. But this one is the biggest one. My God. This is the white one? Yes. സപ്പോർട്ട് കൊടുത്തു നോക്ക്. കുറേ മരങ്ങൾ, ബഞ്ച് ഓഫ് ട്രീസ്, എന്താ പറയുക, ബഞ്ച് ഓഫ് മരങ്ങൾ വെച്ചിട്ട് സപ്പോർട്ട് കൊടുത്ത്. This is the highest chamber now. When we go up through the steps, we will be next to the first chamber on our tour, the Ursula one. This one where was only wood. Because of the size, it took miners more than 100 years to excavate only this one chamber. Also, because of the size, they used their own methods to support those walls. In front of you, you can see really huge wooden structure, and when we put together all the white wooden beams, it will be around 15 kilometers of wood used only to this one structure. But it wasn't enough, so they also used here a wooden crypts. Behind of you there are bricks made of salt, and on the hanging wall you can see a lot of white spokes. This is a modern method to support those places. It's called anchors. So miners drilled here a long hole. ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഏകദേശം 100-110 മീറ്റർ താഴെ ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. പിന്നെ മോണ്യുമെൻറ്റ്സ് കിട്ടുന്ന ഷോപ്പുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും മോണ്യുമെൻറ്റ്സ് ഇല്ലേ, മെമ്മറീസ്, എന്താ പറയുക, സോവനീഴ്സ് കിട്ടുന്ന ഷോപ്പുകളുണ്ട്. പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അവിടെ ടോയ്ലറ്റ്സ് ഉണ്ട്, റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്. നമുക്കിവിടെ എത്ര വേണമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും അടിപൊളി സംഭവമാണ്, ഒരു രക്ഷയില്ല. But the bottom was through this balcony 2 years ago, a boy made a bungee jumping. He's still alive, so everything was good. There were also a balcony like in the third chamber, so people try to make here some strange Okay, this is the last moment when we are all together. Now you have free time in this place, and what you can do. Because I need to show this on this map. Now we are in this point. You have to go through. ഭൂമിൻ്റെ 100 മീറ്റർ താഴെ ഇത്രയും നല്ലൊരു അടിപൊളി ബാത്റൂം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. സെറ്റപ്പ് ബാത്റൂമാണ്, നല്ല ക്ലീൻ ബാത്റൂം. നമ്മൾ എന്താ പറയുക, ഭൂമിൻ്റെ ഏകദേശം 110 മീറ്റർ താഴെ അല്ലേ, 110 മീറ്റർ താഴെ. അടിപൊളി ബാത്റൂമാണ്. ഞാൻ ഇത്ര നല്ല അടിപൊളി ബാത്റൂം പ്രതീക്ഷിച്ചില്ല, പക്ഷെ സംഭവം കിടുവാണ്. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, ഇത്രയും താഴെ നിന്ന് ബാത്റൂമൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ടൂർ അവസാനിച്ചു. നമ്മളിതാ തിരിച്ച് മുകളിലേക്ക് പോകാനുള്ള ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വാട്ടർ വെള്ളം ഒറ്റുന്നുണ്ടോ? ഇവിടെ കുറേ കോയിൻസ് ഉണ്ടല്ലോ, lot of coins in this പൊളി. ഈ മരത്തടികൾ താഴേക്ക് വിടുമ്പം ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ വലിയ വലിയ പീസുകൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു എനർജി, വേറെ എനർജി ഒന്നും യൂസ് ചെയ്യാതെ തന്നെയുള്ളൊരു ടെക്നിക്കാണത്. ഇത് അന്നത്തെ ഒരു സിംബോളിക്
സംഭവമാണ് വില്ലേജ്. വാവ്, ഇത് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഒരു കല്യാണം ഉണ്ടാവും. ഇവിടാണ് കല്യാണത്തിൻ്റെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്ഥലമാണ് കേട്ടോ. കല്യാണം മണ്ഡപമാണ്. കല്യാണം പെണ്ണും ചെക്കനൊക്കെ അതാ അവിടെ ഒക്കെ വന്നത് ചെയ്യാം. പക്ഷെ ഇവിടുന്ന് കല്യാണം കഴിക്കണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ് പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് ചീപ്പല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടുന്ന് കല്യാണം നടത്തണമെങ്കിൽ. നമുക്ക് തിരിച്ചു പോകാനുള്ള ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോവാം. എന്തായാലും കിടു സെറ്റപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ. 9 ആളാണ് ഒരു ഇതിൽ പോവുക, ബാക്കിയുള്ളവരോട് വെയിറ്റ്. അപ്പോൾ പിന്നെ അത് പോകുന്ന നല്ല ഈ പോകുന്നത് മൈനേഴ്സാണ്. 135 മീറ്റേഴ്സാണ്. അത്രയും താഴ്ചയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത് 40 സെക്കൻഡിൽ കവർ ചെയ്യും. 135 മീറ്റർ. അടിപൊളി. എങ്ങോട്ട് പോകുന്നു? Because it needs the speed. It's like, you know how you pull this thing rock. നമ്മളിപ്പോൾ കയറി വന്ന ലിഫ്റ്റ് വലിക്കുന്ന സാധനമാണ് കേട്ടോ. മെഷീനാണ് ആ കാണുന്നത്. അതിൻ്റെ പുറകിലൊരു എന്തൊക്കെയോ വെച്ചിട്ടുള്ള സംഭവം. സിമ്പിൾ പരിപാടിയാണ്. പക്ഷേ ഈ ഭൂമിൻ്റെ അടിയിലാണ് ആ വലിയൊരു കേവ്. ഈ ഭൂമിൻ്റെ അടിയിൽ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അതുമാതിരി ഒരു സംഭവം. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വരുന്നവർ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സംഭവമാണ്. ഇത് ഒഴിവാക്കാൻ പാടില്ല. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്.